ഹലോ എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഇന്ന് നമ്മൾ ലൻഡ് ഡേയ്സിൽ 40-ാം വെള്ളി എന്ന് പറയുന്ന ദിവസമാണല്ലോ. എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള മിക്കവാറും എല്ലാ സഭകളും പ്രത്യേകമായിട്ട് ലൻഡ് ഡേയ്സൊക്കെ ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെ 40th ഡേ വരുമ്പോൾ അന്ന് ആരാധനയൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 40 പകലും 40 രാത്രിയും ഉപവസിച്ചിട്ട് തൻ്റെ 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് അവന് ആത്മാവിൽ മരുഭൂമിയിലേക്ക് പോയി എന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നു. അത് അവിടെ പരീക്ഷകൻ, അതായത് സാത്താൻ അവനെ പരീക്ഷിക്കേണ്ടതിന് അടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം പരീക്ഷകൻ ചോദിക്കുന്നത് കർത്താവിനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ക്ഷീണിച്ച് വലഞ്ഞ് ഉപവസിച്ച് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് സാധാരണ അറിയാം അത് ദൈവപുത്രനാണെന്നുള്ളത്. എന്നാലും അവൻ്റെ ആ ഒരു ടാക്ടിക്സൊക്കെ യൂസ് ചെയ്ത്, നീ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുകയാണല്ലോ, വിശന്നിരിക്കുകയാണല്ലോ, ഈ കല്ലിനോട് അപ്പാകാൻ പറഞ്ഞത് അപ്പാകും, നിനക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചുകൂടെ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നതെന്നുള്ള രീതിയിൽ അവന് വലിയ സിമ്പതി കാണിച്ചുകൊണ്ട് പറയുന്ന പോലെയാണെന്ന് പറയാം നമുക്ക്. എന്നാൽ നീ ദൈവപുത്രനാണെങ്കിൽ നീ കൽപ്പിച്ചു കഴിഞ്ഞെന്നാൽ ഈ കല്ല് അപ്പമാകുമെന്ന് അപ്പം സാത്താനും അറിയാവുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് തന്നെ അവനെ തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആഹാരത്തിന് വേണ്ടി അലഞ്ഞ് വിശന്ന് ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഓഫറുമായിട്ടെത്തുന്ന സാത്താൻ. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് നമ്മളെ അതിൻ്റെ വലയിൽ വീഴ്ത്തുന്ന പോലെ തന്നെ നമ്മളെ ഓരോ ഇതിലും ഓരോ ഓഫറുമായിട്ട് വന്ന് സാത്താൻ നമ്മളെ വഞ്ചിക്കാറുണ്ട്. അതിൽ പെട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ജയിക്കാതെ വന്നപ്പോൾ രണ്ടാമത് അവന് കർത്താവിനോട് പറയുന്നു, പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി. അപ്പോൾ യേശുവിനെ കൂട്ടിക്കൊണ്ട് മരുഭൂമിയിൽ നിന്ന് അവന് ജെറുസലേമിലേക്ക് കൊണ്ടുപോവുകയാണ്. വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയിട്ട് ആ ദേവാലയത്തിൻ്റെ ഏറ്റവും മേലെയുള്ള അഗ്രത്തിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് അവനോട് പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സാത്താൻ പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇത് സങ്കീർത്തനം നല്ലവണ്ണം ബൈഹാർട്ടാണെന്നറിയാം സാത്താന്. അവന് വചനവും നല്ലതായിട്ടറിയാം, അവന് കാര്യങ്ങളും അറിയാം, ഭയങ്കര ബുദ്ധിശാലി തന്നെ. അപ്പോൾ അവനറിയാം ദൈവമക്കളെ വീഴിക്കേണ്ടത് വചനത്തിൽ കൂടെ തന്നെയാണെന്നറിയാം. കർത്താവിനോട് തന്നെ വേല വെച്ചവനാണല്ലോ അവന്. അപ്പോൾ അവൻ ചെയ്യുന്നത് എന്താണ്? രണ്ടാമതും അവനോട്, നീ ദൈവപുത്രനെങ്കിൽ നീ ഇവിടുന്ന് താഴോട്ട് ചാടും, നിന്നെക്കുറിച്ച് തന്നെ വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകത്തില്ല, അങ്ങനെ അവരുടെ കയ്യിൽ നിന്നെ താങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അതിന് കർത്താവ് പറയുന്ന ഉത്തരം ഇങ്ങനെയാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. പലപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം മറന്നു പോകും. സാത്താൻ പറയുന്ന ദൈവജനം ഇങ്ങോട്ട് പറയുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും, പക്ഷേ അതിനുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരം പറയാനായിട്ട് നമുക്ക് അപ്പോഴും ഓർമ്മ വരത്തില്ല. തന്നെയല്ല, നമ്മൾ വചനം മറന്നു പോകും, അല്ലെങ്കിൽ നമുക്ക് അറിയാതെ വരുന്നു. അപ്പോൾ അവൻ എടുക്കാനായിട്ട് അവൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ചാൻസിലും സാത്താൻ തോറ്റുപോയി. അപ്പോൾ മൂന്നാമത് പിന്നെ അവൻ ഒരു പ്രാവശ്യം കൂടെയാണ്, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു കൊടുത്തു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. അതായത്
നീ ഒരു പ്രാവശ്യം വീണ് എന്നെ നമസ്കരിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളുടെ മഹത്വവും എല്ലാം സകലതും നിനക്ക് തരാമെന്ന് ഓഫർ ചെയ്യണം. അപ്പോഴേ യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു 3 പരീക്ഷണങ്ങൾക്ക് ഉത്തരം പറഞ്ഞത് വചനത്തിൽ നിന്ന് തന്നെയാണ്. തൻ്റെ സ്വന്തം കയ്യിൽ നിന്നൊന്നും പറയുന്നില്ല. ഈ സാത്താൻ്റെ എല്ലാ ഓഫറുകളും അവൻ്റെ പരീക്ഷണത്തിനും ദൈവവചനത്തിൽ കൂടെ തന്നെ ആൻസർ പറയുകയാണ് ചെയ്തത്. നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ സാധാരണ ഒരു മുറ നമസ്കരിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സകല സമ്പാദ്യവും സകല മഹത്വവും സകല അധികാരവും കിട്ടുമെന്ന് ഓഫർ ഉണ്ടായിട്ടും കൂടി കർത്താവ് അവനെ, സാത്താനെ നീ എന്നെ വിട്ടു പോകുമെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാത്താൻ അവന് കർത്താവിനെ വിട്ടുപോയി എന്ന് നമ്മൾ കാണിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ ആദിമ പിതാക്കന്മാർക്ക് ദൈവം തോട്ടത്തിലാക്കുമ്പോൾ ചില നിയമം, അത് ഭക്ഷണത്തെക്കുറിച്ചുള്ള നിയമം കൊടുത്തിരുന്നു. അതായത് തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന മരത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സാത്താനാൽ അവർ വഞ്ചിക്കപ്പെട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ കൊടുത്തതായ കൺമോഹം, ജഡമോഹം, ലോകത്തിൻ്റെ പ്രതാപമൊക്കെയും അവന് പറഞ്ഞ് ഓഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരതിൽ വീണുപോയി. ആ ഭക്ഷണം കഴിച്ച് പാപികളായി. അവർ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് അവർ ദൈവസന്നിധി വിട്ട് അവർ ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളുള്ള ഈ ഭൂമിയിലേക്ക് കടന്നു വരേണ്ടതായി വന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അവരെ വീണ്ടെടുക്കുവാനായിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അവരെന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയെ, അവരുടെ മക്കൾ എന്നും ജീവിക്കുന്നവർ, ആ മനുഷ്യരാശിയെ തന്നെ അവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നമ്മളെ വിടുവിക്കാനായിട്ട്, നമ്മളെ രക്ഷിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവിനെ സാത്താൻ വേറെ രൂപത്തിൽ വന്നിട്ട് ഇവിടെ പരീക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ കർത്താവ് വചനത്തിൽ കൂടെ തന്നെ അവന് ഉത്തരം പറഞ്ഞ് അവനെ ജയിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തിൻ്റെ ഓഫറുകളൊക്കെയും കാണുമ്പോൾ, അല്ലെ സുഖസൗകര്യങ്ങൾ, പ്രതാപങ്ങൾ, അധികാരങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണിനും നമ്മുടെ ശരീരത്തിനും നല്ലതായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെയും വീണു പോകാതെ, കാരണം നമ്മൾക്ക് എന്ത് നല്ലതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായി മാറേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇന്ന് ലോകമെമ്പാടും മാത്രമല്ല നമ്മുടെ ദേശത്തും പല ദേശങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങളുടെ ഇടയിലുള്ളതായ ആ മാരകമായ പ്രശ്നം, അതായത് ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ളതായ സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്ത് മക്കൾ അവരുടെ സ്വയബുദ്ധിയും അവരുടെ സ്വയമായിട്ടുള്ളതൊക്കെ നശിച്ചു പോയിട്ട് ഈ സാത്താൻ അടിമപ്പെട്ട് അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ, ഈ കാലയളവിൽ നമ്മൾ ആ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, അങ്ങനെയുള്ള വഞ്ചനയിൽ വീണ് പോകാതിരിക്കാനായിട്ട് ആ മക്കളെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരെ ചെറിയ പ്രായം മുതൽ തന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവരാക്കി മാറ്റി അവരെ ഉപദേശിക്കുക മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ കൂടെ അവർക്ക് സാക്ഷികളായിരുന്നുകൊണ്ട് നമ്മുടെ തലമുറയെ രക്ഷിക്കേണ്ടത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ ഇതിൽ പെട്ടുപോയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ സ്കൂൾ ലെവൽ മുതൽ തന്നെ ഡ്രഗ്സിൻ്റെ പലതരമായ ഉപയോഗങ്ങളുണ്ട്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ അറിയാതെ അതിൽ ചെന്ന് പെട്ടുപോകുന്നു. പിന്നെ അവർക്കതിൽ നിന്നും വെളിയിൽ വരാൻ സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, അവരുടെ ഭാവി നഷ്ടപ്പെടുന്നു, അവർ ഒന്നുമില്ലാതെ മാറിപ്പോകുന്നു. സാത്താൻ അടിമയായി അവൻ്റെ ആ പ്രലോഭനങ്ങൾക്ക് അടിമയായി ജീവിച്ച് നശിച്ചു പോകുന്നതായ ഒരു തലമുറ. ദൈവമേ കർത്താവേ, അവരെ നീ രക്ഷിക്കണമേ എന്ന് മാത്രമല്ല, അവരെക്കുറിച്ചുള്ള ഒരു കൺസേണ്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ക്രിസ്തീയ സഭയായിട്ടും സൊസൈറ്റി ആയിട്ടും ഒക്കെയും ഇപ്പോഴേ ഗവൺമെൻറ്റൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകമായി പറയുമ്പോൾ സാത്താൻ്റെ പരീക്ഷണത്തിൽ വീണു പോകാതെ നമ്മളെ തന്നെ സ്വയം സൂക്ഷിക്കണമെന്നുള്ളതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ലെൻഡേയ്സിൽ ഇതിനെയും ആഴ്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഇതുവരെയും ചെയ്തില്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന കർത്താവെ
ഞങ്ങളോട് കരുണ ചെയ്യണമെന്നും ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ചുറ്റുപാടുമുള്ള സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും സുഖവും അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ.